പുതിയ മദ്യനയത്തിലും സർക്കാരുമായി ഉടക്കി CPI. ഡ്രൈ ഡേ ഇളവിലും കള്ളുഷാപ്പ് ദൂരപരിധിയിലും വ്യക്തത വേണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ നിലപാടെടുത്തു. ടൂറിസം മേഖലയ്ക്ക് ഗുണകരമായ മാറ്റങ്ങളെന്ന് തിരിച്ചടിച്ച് CPM മന്ത്രിമാർ. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് മന്ത്രിസഭാ യോഗം പുതിയ മദ്യനയം അംഗീകരിച്ചില്ല. ചർച്ചകൾക്ക് ശേഷമാകാമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ നിലപാടെടുക്കുകയായിരുന്നു. ഇന്ന് ചേരുന്ന LDF യോഗത്തിലും കരട് നയം ചർച്ചയായേക്കും. ടൂറിസം കേന്ദ്രങ്ങളിൽ 1-ാം തീയതി ഡ്രൈ ഡേയിൽ ഇളവ് നൽകാനുള്ള നിർണായക വ്യവസ്ഥയുമായാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് മദ്യനയം മന്ത്രിസഭയുടെ പരിഗണനയിൽ എത്തിയത്. ടൂറിസം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പരിപാടികളുണ്ടെങ്കിൽ 50,000 രൂപ കെട്ടിവെച്ചാൽ 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകൾക്ക് മദ്യം വിളമ്പാമെന്നതായിരുന്നു വ്യവസ്ഥ. ഇതിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ച മന്ത്രിമാർ പുതിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. സ്റ്റാർ പദവി നൽകി പുതിയ രീതിയിലുള്ള കള്ളുഷാപ്പുകൾക്ക് അനുമതി നൽകാനുള്ള വ്യവസ്ഥയും കരട് നയത്തിലുണ്ട്. കള്ളുഷാപ്പുകളുടെ ദൂരപരിധി കുറയ്ക്കണമെന്നാണ് CPI യൂണിയനുകളുടെ നേരത്തെയുള്ള നിലപാട്. പുതിയ തരം ഷാപ്പുകൾ വരുമ്പോൾ അവയ്ക്കും ദൂരപരിധി ബാധകമാകുമോ, ലേലത്തിൽ പോകാത്ത ഷാപ്പുകൾ ആരേറ്റെടുക്കും തുടങ്ങിയ കാര്യങ്ങളിലും കെ രാജനടക്കമുള്ള CPI മന്ത്രിമാർ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടു. അതേസമയം ടൂറിസം മേഖലയ്ക്ക് ഗുണകരമായ മാറ്റങ്ങൾ വേണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും കൂടുതൽ ഇളവുകൾ വേണമെന്ന് മന്ത്രി P രാജീവും യോഗത്തിൽ നിലപാട് സ്വീകരിച്ചു. ബന്ധപ്പെട്ട മന്ത്രിമാരുമായി ചർച്ച ചെയ്ത ശേഷം മതി അന്തിമ നയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ കരട് നയത്തിന് അംഗീകാരം നൽകാതെ മാറ്റുകയായിരുന്നു. ബാർകോഴ ആരോപണങ്ങളെ തുടർന്ന് ഈ സാമ്പത്തിക വർഷത്തെ മദ്യനയം സർക്കാർ മരവിപ്പിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 1.5 മാസം മാത്രം ബാക്കിയുള്ള സാഹചര്യത്തിലാണ് അടുത്ത വർഷത്തേക്കുള്ള മദ്യനയത്തിലേക്ക് സർക്കാർ മാറിയത്. മാർച്ച് 31-നുള്ളിൽ മദ്യനയം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ജനം, തിരുവനന്തപുരം.